100 രൂപ എടുക്കാനുണ്ടെങ്കിൽ ഒരു ലോഡ് സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതും ഭയങ്കര നാച്ചുറലായിട്ട് ഒട്ടും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി സോപ്പാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എന്നാലും ഒട്ടും താമസിപ്പിക്കാൻ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർവാഴയും തുളസിയുടെ സോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം അത് വെള്ളത്തിലിട്ട് വെച്ചു. അതിനൊരു മഞ്ഞ കളർ വരുന്നത് പോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതിനുശേഷം അതിൽ ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് തുളസിയുടെ നീരാണ്. തുളസി വെള്ളം ചേർക്കാണ്ട് വേണം മിക്സിയിലിട്ട് നീരടിച്ചെടുക്കാൻ. അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു സോപ്പിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം കറ്റാർവാഴ നല്ലോണം മിക്സിക്കകത്ത് അതിൻ്റെ ജെല്ല് ഞാൻ സെപ്പറേറ്റ് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം സോപ്പ് ബേസ്. ജസ്റ്റ് 100 രൂപ 150 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സോപ്പ് ബേസിൽ നിന്ന് പകുതി മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരു ഇച്ചിരിയുള്ള സോപ്പ് ബേസിൽ നിന്ന് തന്നെ നമുക്ക് കുറേ സോപ്പാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് ഇതേ കണക്ക് നല്ലോണം ക്യൂബ്സ് ആക്കി കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാം. അല്ലാതെ ഡയറക്റ്റ് എടുത്ത് മെൽറ്റ് ചെയ്യാൻ വെക്കല്ല, അത് ഭയങ്കര പാടായിരിക്കും മെൽറ്റ് ചെയ്ത് കിട്ടാൻ. ഇതേ കണക്ക് ജസ്റ്റ് നമ്മുടെ ചാത്തി വെച്ച് നല്ലോണം ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മളത് ചൂടാക്കാൻ. ഞാൻ പണ്ട് ചെയ്യുന്ന മണ്ടത്തരമാണ് ഡബിൾ ബോയിൽ ചെയ്യാണ്ട് അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ തീയുടെ അടിയിൽ കൊണ്ട് വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സോപ്പ് ബേസ് എന്നല്ല, എന്തായാലും ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് അവസാനം മൊത്തത്തിൽ കരിഞ്ഞു പിടിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഡബിൾ ബോയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ തൊട്ട് മണ്ടത്തരം ഒന്നും കാണിക്കില്ല കേട്ടോ. ഇത് കണക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ സോപ്പ് ബേസ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു സോപ്പ് ബേസ് മാത്രം മതി നമ്മുടെ സോപ്പിലെ മെയിൻ ഐറ്റമായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലാണ്ട് ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ സോപ്പ് വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സോപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും വരുന്നത്. കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഹെർബൽ സോപ്പിന് അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പം നമ്മൾ ഒരു മാസം എത്രത്തോളം സോപ്പ് വാങ്ങും ആ സോപ്പിൻ്റെ എല്ലാം കൂടെ പൈസ കൂട്ടി വെച്ചാൽ മാത്രം മതി നമുക്കൊരു സോപ്പ് ബേസ് വാങ്ങിയാൽ നമുക്ക് ഇഷ്ടം പോലെ സോപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ വീട്ടിൽ ഇപ്പോൾ കുറച്ച് നാളും കൊണ്ട് ഈ സോപ്പ് ബേസ് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കി റെഡിയാക്കിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത സോപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ കറ്റാർവാഴയുടെയും തുളസിയുടെയും ചെയ്യുന്നതെന്ന് വെച്ച് ഇതിൻ്റെ വെച്ച് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്തുണ്ട് മീൻസ് ഇപ്പോൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം, മഞ്ഞളുണ്ടെങ്കിൽ മഞ്ഞളിൽ വെച്ച് സോപ്പ് ഉണ്ടാക്കാം, ബീട്രൂട്ടിൻ്റെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം, കയ്യൂന്നിയുടെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. നമ്മൾ അല്ലാണ്ട് ബോഡിയിലും നമ്മുടെ ഹെയറിലും അപ്ലൈ ചെയ്യുന്ന എന്തൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ഈസി ആയിട്ട് വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് അത്യാവശ്യം നല്ലോണം മെൽട്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേഗം കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതി. നമ്മളിവിടെ 2 സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കണം. കാരണം ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും മറ്റേത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാത്രത്തിലായിട്ട് സോപ്പ് ബേസ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പാത്രത്തിലേക്ക് ഞാൻ ലേശം നമ്മുടെ ആ തുളസി നീരില്ല, തുളസി നീര് അടിച്ച് വെച്ച് ഫുൾ തുളസി നീരെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ താത്തി പിടിച്ച് ഒഴിക്കാൻ നോക്കൂ. പൊക്കി പിടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ലോണം പത വരും. അതുകൊണ്ടാണ് താത്തി പിടിച്ച് ഒഴിക്കാൻ പറഞ്ഞത്. പത വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പത വെട്ടിക്കളയാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇതിനകത്ത് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ നമ്മുടെ റോസ്മേരി എസെൻഷ്യലോ അല്ല അതൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, വേണമെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഞാൻ ഇവിടെ എന്തായാലും റോസ്മേരി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് റോസ്മേരി വന്നിട്ട്. അപ്പോൾ നല്ലോണം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരിക്കലും കൈ എടുക്കല്. കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് കട്ടയാവാൻ ചാൻസ് ഉണ്ട് തണുത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ സോപ്പിൻ്റെ മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മോൾഡ് വന്നിട്ട് 200 രൂപയോളം മിക്ക ഷോപ്സിലും നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആമസോണിലാണെങ്കിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മോൾഡ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അതല്ല മോൾഡ് വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഗ്ലാസ്സിൽ നമ്മുടെ പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഗ്ലാസ്സോ അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റോ പ്ലാസ്റ്റിക് പ്ലേറ്റിനകത്തോട്ടോ നമുക്കിത് സോപ്പ് ഒഴിച്ച് വെക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഷേപ്പിൽ കിട്ടും. ഒരിക്കലും നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലോ സ്റ്റീൽ ഗ്ലാസ്സിലോ ഒഴിക്കില്ല കേട്ടോ. അപ്പം ഞാൻ അതിൽ 3 തുളസി സോപ്പേ ഞാൻ ഇപ്പോൾ റെഡിയാക്കുന്നുണ്ട്. അത്യാവശ്യം സോപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സോപ്പ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് 3 മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. പിന്നെ ഈ പത വന്നത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പത നമുക്കിങ്ങനെ വെട്ടിക്കളയാം. ഒന്നെങ്കിൽ നമുക്കൊന്ന് പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കളയാം, അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് പതിയെ നമുക്കൊന്ന് കോരിയെടുത്ത് കളയാം കേട്ടോ.
അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മറ്റു കുഞ്ഞു പിച്ചാത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എടുത്തതിന് ശേഷം ഇതേ കണക്ക് നമുക്കൊന്ന് വെട്ടി കൊടുക്കാം. ഇനിയിപ്പം പിച്ചാത്തി വെച്ച് വെട്ടാൻ അറിയാത്തവർക്കാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് പതിയെ കോരി എടുത്താൽ മതി. കാരണം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇത് കട്ടി പിടിക്കും. അതുകൊണ്ട് അപ്പം തന്നെ നമ്മൾ വെട്ടി കളയാൻ നോക്കണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പം സൈഡിലൊക്കെ വീണിട്ടുണ്ട്. അതിനനുസരിച്ച് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ വെച്ചിട്ട് ഞാൻ അത് മൊത്തം റിമൂവ് ചെയ്ത് തുടച്ച് കളഞ്ഞാൽ മതി. ഇനി നമ്മുടെ അടുത്ത സോപ്പാണ് അലോവേറയുടെ സോപ്പ്. അപ്പം കുറച്ച് സോപ്പ് ബേസ് എടുത്ത് മാറ്റി വെച്ചായിരുന്നല്ലോ, അതിലേക്ക് ലേശം നമ്മുടെ അലോവേറ ജെല്ല്, ലേശം മീൻസ് നമ്മൾ അടിച്ചു വെച്ച ഫുൾ അലോവേറ ജെല്ലും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ കുറച്ച് ഹാർഡായിരിക്കും. നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേ കഴിച്ച ഒരു തവി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ റോസ്മേരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പം സോപ്പ് ബേസ് അലോവേറ ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല സ്മെല്ല് കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒട്ടും നിർബന്ധമില്ല, ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഒട്ടും നിർബന്ധമില്ല. നമുക്ക് ഈ സോപ്പ് ബേസും അലോവേറ ജെല്ലും മാത്രം മതി നമ്മുടെ സോപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒട്ടും തണുപ്പ് വരാണ്ട് നോക്കണം. കാരണം തണുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മോൾഡിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചിലവരൊക്കെ ചെയ്യുന്ന മണ്ടത്തരമാണ് ഈ മോൾഡിൽ കുറച്ച് എണ്ണ അങ്ങോട്ട് തേച്ചിട്ട് ഈ സോപ്പിൻ്റെ ഈ ബേസ് എടുത്ത് ഒഴിക്കും. മീൻസ് നമ്മുടെ സോപ്പിൻ്റെ റെഡിയാക്കി വെച്ചെടുത്ത് ഒഴിക്കും. നിങ്ങൾ എണ്ണയൊന്നും പറ്റേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഇത് വന്നിട്ട് സിലിക്കൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു വെള്ള കളറാണ് കിട്ടുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ 100% നാച്ചുറൽ ആയിട്ടുള്ളതും ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത സോപ്പെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ പിമ്പിൾസൊക്കെ ഫേസിൽ അത്യാവശ്യം നല്ല പിമ്പിൾസും പിന്നെ വെളിയിൽ നിന്ന് വാങ്ങുന്ന സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം നമ്മൾ തന്നെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിന് തൊട്ട് കെമിക്കൽസും അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്ന്. പിന്നെ സോപ്പ് ബേസ് നമുക്ക് മിക്ക ഷോപ്പിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ട്രിവാൻഡ്രത്ത് ഒരു ഷോപ്പിൽ നിന്നാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും കൊല്ലത്താണെങ്കിലും എല്ലായിടത്തും നമുക്കിത് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ബൾക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിത് ഡ്രൈ ആവാൻ വെക്കുകയാണ്. അപ്പം മറ്റേ സോപ്പ് അത്യാവശ്യം നല്ലോണം കട്ടി പിടിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാത്രം മതി. അത്യാവശ്യം നല്ലോണം കട്ടി പിടിച്ചിട്ടുണ്ട്. ഒരു ഡേ കംപ്ലീറ്റ് വെച്ചതിന് ശേഷം ഞാൻ അവിടെ സോപ്പ് എടുത്ത് കാണിക്കാം. കട്ടി പിടിച്ചതെന്ന് വെച്ചാൽ വേഗം തന്നെ റിമൂവ് ചെയ്യാൻ നിൽക്കില്ല. ഒരു ഡേ കംപ്ലീറ്റ് എങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മറ്റേ സോപ്പിൽ കുറച്ചൊരു ഗ്രീൻ കളർ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ കളർ തോന്നുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 7 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.